Sir, the accused is remanded to police custody for 15 days. Sir, വിട്ടു കൊടുക്കരുത് sir. SC 80/96 പ്രതി ജാഫർ. ഈ കേസിനാസ്പദമായ എല്ലാ എവിഡൻസുകളും ഈ കോടതി ശരിയാവണ്ണം പഠിക്കുകയുണ്ടായി. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും തെളിവുകളും സാക്ഷിമൊഴികളും വെച്ച് നോക്കുമ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമാവണ്ണം ഈ കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. വിധിന്യായം വായിക്കുന്നതിന് മുൻപായി പ്രതിക്ക് ഈ കോടതിയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു അപേക്ഷയുണ്ട്. ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. വർഷങ്ങളായി മെന്റൽ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിഞ്ഞ് മാനസികമായി തകർന്ന എന്നെ വെറുതെ വിടാൻ കോടതിക്ക് ദയവുണ്ടാവണം. Your Honor, such an explanation is unwanted, especially in his case. He should not be given a single opportunity, even for an explanation. 4 പെൺകുട്ടികളെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊല ചെയ്തൊരു ക്രോണിക് മാനിയാക്കാണ് ഇയാൾ. അത്രയ്ക്ക് അപകടകാരിയും ക്രൂരനുമായ ഇയാൾക്ക് അനുകൂലമായി കോടതി കണ്ടെത്തുന്ന ഓരോ ന്യായവാദവും മറ്റൊരു മനുഷ്യജീവന്റെ വിലയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി മറക്കരുത്. ആയതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഓർഡർ.
Order. Do not get emotional, Mr. Public Prosecutor. Do not overdo your privileges while I am exercising my privilege of asking for an explanation. I am sorry, Your Honor. Yes, I am going to pronounce the verdict. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ IPC സെക്ഷൻ 363, അതിക്രൂരമായ പീഡിപ്പിക്കൽ സെക്ഷൻ 354, ബലാത്സംഗം സെക്ഷൻ 376, കൊലപാതകം സെക്ഷൻ 302 എന്നീ വകുപ്പുകൾ അനുസരിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയ്ക്ക് പ്രതി അർഹനാണ്. എന്നാൽ മാനസിക രോഗി എന്ന ഒരേ ഒരു പരിഗണന നൽകിക്കൊണ്ട് ഈ കോടതി പ്രതിക്ക് IPC സെക്ഷൻ 363, 354, 376, 302 എന്നീ വകുപ്പുകൾ പ്രകാരം 40 വർഷത്തെ കഠിന തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. എനിക്ക് ശിക്ഷ വാങ്ങിച്ചതാ, നിന്നെ ഞാൻ വെറുതെ കൊല്ലും ഞാൻ, കൊല്ലും. അധികകാലം എന്നെ പൂട്ടിയിടാനുള്ള ബലമൊന്നും ഇവിടുത്തെ ജയിലുകൾക്കില്ല. നിന്നെ നിന്റെ കുടുംബത്തെയും കൊല്ലാൻ ഞാൻ വരൂടാ, ഞാൻ വരൂടാ. കൊണ്ടോടി ജാഫറാണ് പറയുന്നത്. എന്നെ വിടാൻ, നിന്നെ നിന്റെ കുടുംബത്തെയും ഞാൻ വേറെ പിഴുതുറിയടാ, കൊല്ലും ഞാൻ. എന്നെ വിടാൻ. ഹലോ സണ്ണി. ഓക്കെ, സീ യു സർ. കൺഗ്രാറ്റുലേഷൻസ് പ്രോസിക്യൂട്ടർ. ആർഗ്യുമെന്റ്സ് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. സത്യത്തിൽ അവന് കിട്ടേണ്ടിയിരുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു. സ്ട്രോങ് എവിഡൻസ് ഉണ്ടായിരുന്നുണ്ടായി ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായത്. ഈ ജഡ്ജ് പൊതുവെ ആന്റി പ്രോസിക്യൂഷനാ. ഓഹോ. പിന്നെ താൻ എവിടെയായിരുന്നു 3-4 ദിവസം? ട്രാൻസ്ഫറിന്റെ കാര്യത്തിനൊന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നു. പുതിയ മിനിസ്ട്രി ഒക്കെ വന്നിരിക്കല്ലേ, ഇനി പെട്ടെന്ന് നടക്കുന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ യാത്ര കൊണ്ടൊരു ഗുണമുണ്ടായി. തന്റെ പുതിയ നോവലുണ്ടല്ലോ, അവസ്ഥാന്തരം വായിച്ചു തീർക്കാൻ സാധിച്ചു. ഇറ്റ്സ് വെരി നൈസ്. പ്രത്യേകിച്ച് അതിലെ മർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫാന്റാസ്റ്റിക്. തന്നെ പോലെ ഒരു ക്രിമിനൽ ലോയർക്ക് ഇത്തരം സബ്ജക്ട് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. വെൽക്കം.